ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പാറുവും ഗൗതമും ആഗ്രഹിച്ചതുപോലെ നിധി ഗർഭിണിയാവാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ നിധി എണീറ്റ് വരികയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ നിധിക്ക് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നിധി സോഫയിൽ വന്നിരിക്കുന്ന സമയത്ത് നിധിക്ക് ചായയുമായിട്ട് ഗൗതമിൻ്റെ അമ്മ അങ്ങ് വരികയാണ് കേട്ടോ. എന്നിട്ട് നിധിക്ക് ചായ കൊടുക്കുകയാണ്. എന്നതിൻ്റെ ശേഷം ഗൗതം മോൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ജോഗിങ്ങിന് പോയിട്ടുണ്ടാവും എന്നങ്ങ് നിധി പറയാണ്. അങ്ങനെ നിധി ചായ കുടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും ഗൗതമിൻ്റെ അമ്മ അവിടെ നിന്ന് അങ്ങ് പോയിട്ടുണ്ടാവും. എന്നിട്ട് നിധി ചായ കുടിക്കുകയാണ് കേട്ടോ. ചായ കുടിച്ച ഉടനെ തന്നെ നിധിക്ക് അതങ്ങ് ഒമറ്റ് ചെയ്യാൻ വരികയാണ് കേട്ടോ. അപ്പോൾ ഛർദ്ദിക്കാൻ അങ്ങ് തോന്നുകയാണ്. അങ്ങനെ നിധി ആ ചായ അവിടെ വെച്ചിട്ട് നേരെ ബാത്റൂമിലേക്ക് അങ്ങ് പോവാണ് കേട്ടോ. എന്നിട്ട് നിധി അങ്ങ് ഛർദ്ദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിധി ഇങ്ങനെ ചിന്തിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നിധിക്കൊരു വയറുവേദനയും അങ്ങ് വരികയാണ്. അപ്പോൾ നിധി ചിന്തിക്കുകയാണ്, ഞാൻ ഗർഭിണിയാണോ, എങ്ങനെ ഇത് കണ്ടെത്തും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് നിധിക്ക് പെട്ടെന്ന് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാം എന്നങ്ങ് തോന്നുകയാണ്. അങ്ങനെ നിധി ടെസ്റ്റ് ചെയ്യാൻ കേട്ടോ. ടെസ്റ്റ് ചെയ്ത ശേഷം നിധിക്ക് അതിൽ പോസിറ്റീവാണ് എന്നുള്ള കാര്യം കാണുന്ന സമയത്ത് നിധിക്ക് വല്ലാത്തൊരു സന്തോഷം വരികയാണ് കേട്ടോ. അങ്ങനെ നിധി എല്ലാവരെയും അങ്ങ് വിളിക്കുകയാണ്. ഗൗതമിൻ്റെ അമ്മയെയും പാറുവിനെയൊക്കെ അങ്ങ് വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് അമ്മേ എന്നങ്ങ് പറഞ്ഞ് സന്തോഷത്തോടു കൂടി വിളിക്കുന്ന സമയത്ത് എന്തിനാ നീ ഇങ്ങനെ വിളിക്കുന്നത് എന്ന് പാറു അങ്ങ് വന്ന് ചോദിക്കുകയാണ് കേട്ടോ. എന്നിട്ട് നിധി ആ ഒരു ടെസ്റ്റ് ചെയ്ത് കാർഡ് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതോട് പാറു അങ്ങ് നിധിയെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. എന്നിട്ട് നല്ല സന്തോഷമാവാണ്. അപ്പോൾ പാറുവിന് നല്ല ആഗ്രഹം ഉണ്ടാവും കേട്ടോ. ആദ്യം തന്നെ നിധി തന്നെ ഗർഭിണിയാവണം, ഈശ്വരമംഗലത്തിൻ്റെ ആദ്യത്തെ അവകാശി നിധി ഗർഭിണിയായ ആ കുഞ്ഞായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്ത പാറുവിൻ്റെ മനസ്സിലുണ്ടാവും കേട്ടോ. അതിനുവേണ്ടി പാറു ഒരുപാട് വഴിപാടുകളും നേർച്ചയൊക്കെ ചെയ്തിട്ടുണ്ടാവും. ശിവാനി ഒരിക്കലും ആദ്യം ഗർഭിണിയാവരുത് എന്നുള്ള ചിന്ത തന്നെയായിരിക്കും കേട്ടോ. ശിവാനിയൊക്കെ അവിടേക്ക് പ്രണവ് കല്യാണം കഴിച്ച് കൊണ്ടുവന്നിട്ടുണ്ടാവും. അങ്ങനെ നിധി ഗർഭിണിയായ സന്തോഷം പാറുവിന് അത്രയ്ക്കധികം സന്തോഷം വരികയാണ്. അങ്ങനെ ഗൗതമിൻ്റെ അമ്മയും ഇതറിയാണ് കേട്ടോ. അങ്ങനെ ഗൗതമിൻ്റെ അമ്മയ്ക്കും കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഗൗതമിൻ്റെ അമ്മയും ഉള്ളോണ്ട് തന്നെ നല്ല സന്തോഷിക്കുകയാണ്. പക്ഷെ പുറമേക്ക് അതൊന്നും കാണിക്കുന്നില്ല. കാരണം വേലക്കാരിയുടെ ഒരു രൂപത്തിലാണ് ഗൗതമിൻ്റെ അമ്മയെ നിധി കൊണ്ടുവന്ന് താമസിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ നിധി ഗൗതമിനെ കാത്തു നിൽക്കാൻ കേട്ടോ. ഗൗതമിനോട് ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഗൗതം കയറി വരികയാണ്. അപ്പോൾ ഇവരൊക്കെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നത് കാണാൻ കേട്ടോ. പാറുവും ഗൗതമിൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഗൗതം എന്താണ് ഇവിടെ, എല്ലാവർക്കും നല്ല സന്തോഷമുണ്ടല്ലോ, എന്താ ഇവിടെ മധുരമൊക്കെ കഴിക്കുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. പാറു നിധിക്ക് സന്തോഷത്തോടു കൂടി തന്നെ പാറു മധുരം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഗൗതം കയറി വരുന്നത്. അങ്ങനെ ഗൗതമിനെയും കൂട്ടിയിട്ട് നേരെ നിധി കൈ പിടിച്ചുകൊണ്ട് തന്നെ റൂമിലേക്ക് അങ്ങ് കൊണ്ടുപോവാണ് കേട്ടോ. എന്നിട്ട് ഗൗതം സാറ്, എൻ്റെ ഈ സന്തോഷത്തിന് ഒരു കാരണമുണ്ട്, അതൊന്ന് ഊഹിച്ച് പറയാമോ എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. നിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ട്, പതിവില്ലാത്തതിലും അധികം സന്തോഷവുമുണ്ട്, പതിവില്ലാത്തതിലും അധികം നിന്നെ കാണാനും ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ തന്നെ പറയട്ടോ. ഞാനിപ്പോൾ അതൊന്നുമല്ല ചോദിച്ചത്, എനിക്ക് ഈ സന്തോഷത്തിന് ഒന്ന് പറയാമോ, ഒന്ന് ഊഹിച്ച് പറയാമോ എന്തായിരിക്കും എന്നുള്ളത് എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ എന്തൊക്കെ പറഞ്ഞിട്ട് ഗൗതം ഓരോന്നായിട്ട് ഇങ്ങനെ ഊഹിച്ച് പറയാൻ കേട്ടോ. പക്ഷേ അതൊന്നും തന്നെ അല്ല എന്നും പറഞ്ഞ് ഈ കാടങ്ങ് കണ്ണു പൊത്താൻ വേണ്ടി പറയാൻ കേട്ടോ ഗൗതമിനോട്. എന്നിട്ട് പറയണേ, കണ്ണടച്ച് നിൽക്ക്, ഞാനൊരു സർപ്രൈസായിട്ട് ഒരു കാര്യം കാണിച്ചു തരാം എന്നങ്ങ് പറയുമ്പോൾ ഗൗതം കണ്ണടക്കാൻ കേട്ടോ. എന്താ ഇപ്പോൾ കണ്ണടച്ചിട്ട് ഒരു സർപ്രൈസ് തരാനുള്ളത്, എന്താവും ഇവളുടെ സന്തോഷത്തിന് കാരണം എന്നൊക്കെ ഗൗതം ഇങ്ങനെ ചോദിച്ചറിയാൻ കേട്ടോ നിധിയോട്. അങ്ങനെ സാർ ആദ്യം കണ്ണടക്ക് എന്നും പറഞ്ഞിട്ട് ഗൗതമിനെ കൊണ്ട് കണ്ണടപ്പിക്കാൻ കേട്ടോ നിധി. എന്നതിൻ്റെ ശേഷം പറയാണ്, രണ്ട് കൈയും അങ്ങ് നീട്ടിപ്പിടിക്കുക എന്ന് പറയുമ്പോൾ കൈയും നീട്ടണോ, അതെന്ത് സർപ്രൈസാണ് എന്നൊക്കെ ഇങ്ങനെ ഗൗതം ചോദിക്കുമ്പോൾ കൈകളിലേക്ക് നിധി അങ്ങ് കുഞ്ഞുടുപ്പുകളുടെ ആ ഒരു പാക്കറ്റ് അങ്ങ് വെച്ച് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ഗൗതമിനോട് കണ്ണ് തുറക്കാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഗൗതം കണ്ണ് തുറന്ന് നോക്കുന്ന സമയത്ത് കുഞ്ഞുടുപ്പുകളുടെ ആ ഒരു ബോക്സാണ് കേട്ടോ കാണുന്നത്. അപ്പോഴത്തേക്കും ഗൗതമിന് കാര്യം മനസ്സിലാവുക കേട്ടോ. അങ്ങനെ ഗൗതമിന് നല്ല സന്തോഷമാവുകയാണ്. അങ്ങനെ നിധി അങ്ങ് കെട്ടിപ്പിടിക്കാൻ കേട്ടോ. സത്യമായിട്ടും നീ ഗർഭിണിയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്നും പറഞ്ഞ് ഈ കാർഡ് കൂടി അങ്ങ് കാണിച്ചു കൊടുക്കാൻ കേട്ടോ. ടെസ്റ്റ് ചെയ്ത ഈ കാർഡ് കൂടി കണ്ടതോടുകൂടി ഗൗതമിന് നല്ല സന്തോഷമാവുകയാണ്. അങ്ങനെ ഗൗതം നിധിയെ അങ്ങ് പൊക്കിയെടുക്കാൻ കേട്ടോ. എന്നിട്ട് വട്ടം ചുറ്റിച്ചുകൊണ്ട് തന്നെ അങ്ങ് സന്തോഷത്തോടു കൂടി നിധിയെ ഉമ്മ ഒക്കെ വെക്കുകയാണ്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്നെ ഇങ്ങനെ വട്ടം ചുറ്റിക്കൊന്നും ചെയ്യല്ലേ, നമ്മുടെ കുഞ്ഞു വാവയും എൻ്റെ വയറ്റിൽ കിടന്ന് തല കറങ്ങുന്നുണ്ടാവും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ നിധിക്കും ഗൗതമിന് നല്ല സന്തോഷമാവാണ്. വീട്ടിലുള്ള പാറുവിനും ഗൗതമിൻ്റെ അമ്മയ്ക്കും ഒക്കെ നല്ല സന്തോഷമാവാൻ കേട്ടോ. ഇതെല്ലാം തന്നെ അപ്പുറത്തെ സൈഡിൽ നിന്നും ജനലിലൂടെ വസുന്ധര ശിവാനിയും കൂടി കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിധി ഗർഭിണിയാണ് എന്ന് കേട്ടതോടുകൂടി വസുന്ധരയ്ക്കും ശിവാനിക്കും അങ്ങ് ദേഷ്യം ഇരട്ടിക്കാൻ കേട്ടോ. എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിനെ ഇല്ലാതാക്കണം എന്നുള്ള ചിന്തയായിരിക്കും വസുന്ധരയുടെയും ശിവാനിയുടെയും. അങ്ങനെ അവർ
റൂമിലേക്ക് അങ്ങ് പോവുകയാണ്. എന്നിട്ട് വസുന്ധരയും ശിവാനിയും കൂടി സംസാരിക്കാൻ കേട്ടോ. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ, നിധി ഗർഭിണിയാവുന്നതിൻ്റെ മുന്നേ തന്നെ നീയാണ് ഈശ്വരമംഗലത്തിൻ്റെ അവകാശിയായിട്ട് ഗർഭിണി ആവേണ്ടത് എന്നുള്ള ആ ഒരു കാര്യം അങ്ങ് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ശിവാനി പറഞ്ഞു, ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ലല്ലോ, ദൈവത്തിൻ്റെ വിധിയല്ലേ, ഞാൻ എന്ത് ചെയ്യാനാണ് എന്ന് ശിവാനി വസുന്ധരയോട് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വസുന്ധര പറയണം, എനിക്കൊരിക്കലും നിധി ആദ്യം ഗർഭിണിയായത് അംഗീകരിക്കാൻ കഴിയില്ല. ഈശ്വരമംഗലത്തിൻ്റെ അവകാശിയായിട്ട് ആ കുഞ്ഞല്ല വരേണ്ടത്, നിൻ്റെ കുഞ്ഞാണ്, നിൻ്റെയും പ്രണവിൻ്റെയും കുഞ്ഞാണ് ആദ്യം ഈശ്വരമംഗലത്തിൻ്റെ അവകാശിയായി വരേണ്ടത്. ഈ കുഞ്ഞിനെ ഇല്ലാതാക്കുക തന്നെ വേണം. അതിനെന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നീ ആദ്യം ആലോചിക്കുക എന്ന് ശിവാനിയോട് വസുന്ധര പറയാൻ കേട്ടോ. അങ്ങനെ ശിവാനി പറയാണ്, വസുന്ധര മേഡം ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആൻറ്റി, ഞാൻ തന്നെ ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാനുള്ള വഴി ഞാൻ തന്നെ നോക്കിക്കോളാം. ആൻറ്റി എനിക്ക് ഇക്കാര്യം വിട്ടേക്ക് എന്നങ്ങ് പറഞ്ഞ് ശിവാനിയുടെ മനസ്സിലങ്ങ് കുരുട്ടുബുദ്ധി തോന്നാൻ കേട്ടോ. നിധിയുടെ കുഞ്ഞിനെ കളയണം എന്നുള്ള ചിന്ത തന്നെയായിരിക്കും ശിവാനിയുടെ മനസ്സിലുണ്ടാവുക. അങ്ങനെ നിധിയും ഗൗതമും കൂടി ഈ സന്തോഷ ദിവസത്തിൽ തന്നെ അവരങ്ങ് ആഘോഷിക്കണം എന്നങ്ങ് തീരുമാനിക്കുകയാണ്. അങ്ങനെ നിധിയും ഗൗതമും കൂടി നേരെ പുറത്തേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ ശിവാനിയും ഇവരെ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അങ്ങനെ നിധിയും ഗൗതമും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ അങ്ങ് കയറുകയാണ് കേട്ടോ. എന്നിട്ട് നിധിയോട് ചോദിക്കുകയാണ്, നിനക്ക് ഏറ്റവും കൂടുതൽ കഴിക്കാൻ ആഗ്രഹമുള്ളത് എന്താന്ന് വെച്ചാൽ നീ പറ, അത് നമുക്ക് വാങ്ങി കഴിക്കാമെന്ന് പറയുമ്പോൾ നിധി പറയാണ്, എനിക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട എന്ന് പറയട്ടോ. അങ്ങനെ ശിവാനിയും ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെ നിധിയോട് നിർബന്ധിച്ചുകൊണ്ട് തന്നെ ഗൗതം ചോദിക്കുകയാണ്, അങ്ങനെ നീ പറയരുത്, നമ്മുടെ കുഞ്ഞുവാവ നല്ല ആരോഗ്യത്തോടു കൂടി വേണം ഈ സമയത്ത് ഇരിക്കാൻ. നീ എന്തെല്ലാമാണോ കഴിക്കുന്നത് അതാണ് ഈ സമയത്ത് കുഞ്ഞിന് കിട്ടുന്നത്, അതുകൊണ്ട് നീ ഒന്നും വേണ്ട എന്നൊന്നും പറയരുത്, നീ കഴിച്ചേ പറ്റൂ എന്നങ്ങ് പറയട്ടോ. അങ്ങനെ ജ്യൂസ് പറഞ്ഞാലോ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ്, എനിക്ക് ജ്യൂസ് ഒന്നും വേണ്ട, എനിക്കിപ്പോൾ ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ, അങ്ങനെ പറയരുത്, നിനക്ക് എന്തെങ്കിലും കഴിച്ചേ മതിയാവും, എന്നാൽ എനിക്കൊരു സൂപ്പ് പറഞ്ഞേക്ക് എന്നും പറഞ്ഞിട്ട് സൂപ്പ് ഓർഡർ ചെയ്യാൻ കേട്ടോ. അങ്ങനെ ഗൗതമിന് മുന്തിരി ജ്യൂസും ഓർഡർ ചെയ്യാണ്. അങ്ങനെ ശിവാനി ഇതെല്ലാം അപ്പുറത്തെ സൈഡിൽ നിന്നും കാണുന്നുണ്ട്. അങ്ങനെ ശിവാനി വന്നതൊന്നും നിധിയും ഗൗതമും അറിയുന്നത് പോലും ഇല്ല കേട്ടോ. അങ്ങനെ ആ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫ് ജ്യൂസും സൂപ്പുമായിട്ട് വരുന്ന സമയത്ത് ശിവാനിയുടെ ബാഗിൽ നിന്നും കുറച്ച് പൈസ അങ്ങ് നിലത്തേക്ക് ഇടാൻ കേട്ടോ. എന്നിട്ട് ആ സ്റ്റാഫിനോട് പറയുകയാണ്, അയ്യോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ, എനിക്ക് ബാക്ക് പെയിൻ ആണ്, അതുകൊണ്ട് എനിക്ക് താഴെ ഇരുന്ന് എൻ്റെ പൈസ എടുക്കാൻ വയ്യ, അതുകൊണ്ട് ഒന്ന് എടുത്തു തരുമോ എന്നങ്ങ് സ്റ്റാഫിനോട് ചോദിക്കുകയാണ്. അതിനെന്താ മേഡം, ഞാൻ എടുത്തു തരാലോ എന്ന് പറഞ്ഞ് ആ ജ്യൂസും സൂപ്പും അവിടെ ശിവാനിയുടെ ടേബിളിൽ അങ്ങ് വെക്കാൻ കേട്ടോ. എന്നിട്ട് താഴെ ഇരുന്നു കൊണ്ട് തന്നെ ആ സ്റ്റാഫ് പൈസകളൊക്കെ എടുക്കുന്ന സമയത്ത് ആ ഒരു ഗ്യാപ്പിൽ തന്നെ ശിവാനി സൂപ്പിലേക്ക് അങ്ങ് നിധിയുടെ ഗർഭം കളയാനുള്ള മരുന്ന് അങ്ങ് ഒഴിക്കാൻ കേട്ടോ. ഒഴിച്ച് അതിലങ്ങ് കലക്കുകയാണ്. എന്നിട്ട് ആ സ്റ്റാഫ് ഇതൊന്നും കാണുന്നതേ ഇല്ല. അങ്ങനെ നേരെ ആ സ്റ്റാഫ് പൈസ എടുത്തു കൊടുത്ത ശേഷം നേരെ ആ സൂപ്പും ജ്യൂസുമായിട്ട് നേരെ നിധിയുടെയും ഗൗതമിൻ്റെയും അടുത്തേക്ക് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നിധി സൂപ്പ് കൊണ്ടുവന്ന ശേഷം നിധി പറയുകയാണ്, എന്നെ നിർബന്ധിക്കരുത് സാർ, എനിക്ക് കുടിക്കാൻ തോന്നുന്നില്ല, എനിക്ക് ഛർദ്ദിക്കാനാണ് വരുന്നത്, അതുകൊണ്ട് എന്ത് കഴിച്ചാലും എനിക്ക് ഛർദ്ദിക്കാനാണ് തോന്നുന്നത്, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഗൗതം പറയാണ്, അങ്ങനെ നീ പറയരുത്, നീ ഇത് കുടിച്ചേ മതിയാവൂ, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ടല്ലേ, അതുകൊണ്ട് നീ കുടിക്കണം എന്നും പറഞ്ഞ് ഗൗതം തന്നെ നിധിക്ക് അങ്ങ് കോരി കൊടുക്കാൻ കേട്ടോ സൂപ്പ്. അങ്ങനെ ഗൗതം നിർബന്ധിക്കുന്നതുകൊണ്ട് തന്നെ നിധി ആ സൂപ്പ് അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് കുടിക്കാൻ കേട്ടോ. അപ്പോൾ അതിലങ്ങ് നിധിക്ക് അബോർഷൻ ആവാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് ശിവാനി ചേർത്തതൊന്നും തന്നെ അവരറിയാതെയാണ് ആ സൂപ്പ് കുടിക്കുന്നത്. അങ്ങനെ സൂപ്പ് കുടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അവർ സന്തോഷത്തോടു കൂടി തന്നെ പിന്നെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ശിവാനി ആണെങ്കിലോ നല്ല സന്തോഷിക്കുകയാണ്. എന്തായാലും ഇന്നത്തോടു കൂടി അവളുടെ ഗർഭം അലസി പോകുമെന്നങ്ങ് ചിന്തിച്ച് കൂട്ടാണ് കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലെത്തിയ ശേഷം കുറച്ച് നേരങ്ങൾ കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നിധിക്ക് അങ്ങ് വയറുവേദന വരികയാണ് കേട്ടോ. അതിയായ വയറുവേദന വരികയാണ്. ആ വേദന വന്നതോടുകൂടി പാറുവും ഗൗതമിൻ്റെ അമ്മയൊക്കെ ആകെ അങ്ങ് പേടിക്കുകയാണ്. എന്ത് പറ്റി ഇപ്പോൾ പെട്ടെന്നൊരു വയറുവേദന എന്നങ്ങ് കരുതുകയാണ് കേട്ടോ. അങ്ങനെ ഗൗതം തന്നെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ കൂടെ പാറുവും കൂടി ചെല്ലുന്നുണ്ട്. ഗൗതമും നിധിയും പാറുവും കൂടി ഹോസ്പിറ്റലിലേക്ക് എത്തുന്നതിൻ്റെ മുന്നേ തന്നെ ഡോക്ടറെ വിളിച്ച് ശിവാനിയും വസുന്ധരയും കൈക്കലാക്കിയിട്ടുണ്ടാവും കേട്ടോ. ആ ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയ ശേഷം അവർക്ക് ഒരുപാട് പൈസയൊക്കെ കൊടുക്കാമെന്നുള്ള ആ ഒരു ഓഫറൊക്കെ കൊടുത്തിട്ട് നിധി ഗർഭിണിയല്ല എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യമാവും കേട്ടോ വസുന്ധരയും ശിവാനിയും കൂടി ചെയ്തു വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലാണ്. നിധിയും പാറുവും ഗൗതമും കൂടി ചെല്ലുന്ന സമയത്ത് നിധിയെ അങ്ങ് പരിശോധിക്കാൻ കേട്ടോ. പരിശോധിച്ച ശേഷം ആ ഡോക്ടർ വന്ന് പറയുകയാണ്, അതിന് ആ പേഷ്യൻ്റ് ഗർഭിണിയല്ലല്ലോ, നിധി ഗർഭിണിയല്ലല്ലോ, ആര് പറഞ്ഞു ഗർഭിണിയാണെന്ന് എന്നങ്ങ് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പാറുവും ഗൗതമും ആകെ ഞെട്ടിപ്പോവാണ്. അല്ല ഡോക്ടർ, ഞങ്ങൾ ടെസ്റ്റ്
ടെസ്റ്റ് ചെയ്ത സമയത്ത് അതിൽ പോസിറ്റീവ് ആണല്ലോ കാണിച്ചത് എന്ന് പറയുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ടെസ്റ്റ് കാർഡിൽ പോസിറ്റീവായി കാണിക്കും. പക്ഷേ അത് ചിലപ്പോൾ ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ആ നിധി എന്ന് പറഞ്ഞ പേഷ്യൻ്റ് ഗർഭിണിയല്ല. നിങ്ങളോട് ആരാണിത് പറഞ്ഞത്? അത് തെറ്റാണ്. ആ ടെസ്റ്റ് ചെയ്ത കാർഡ് തെറ്റാണ്. നിധി ഗർഭിണിയല്ല. പിന്നെ ഞാൻ പരിശോധിച്ചതിൽ എനിക്ക് മനസ്സിലാവാൻ കഴിയുന്നത് നിധി ഒരിക്കലും ഗർഭിണി ആവില്ല, അവൾക്ക് അതിനുള്ള കഴിവില്ല എന്ന് കൂടി അങ്ങ് കള്ളം പറയാൻ കേട്ടോ. അതെല്ലാം തന്നെ വസുന്ധരയും ശിവാനിയും പറഞ്ഞ പ്രകാരം തന്നെയാണ് ഡോക്ടർ അങ്ങനെ ഒരു വലിയ കള്ളം പറയുന്നത്. ആ ഒരു വാക്ക് കേട്ടതോടുകൂടി ഗൗതമും പാറും ആകെ അങ്ങ് ഞെട്ടിപ്പോവാൻ കേട്ടോ. എന്നിട്ട് ഗൗതം അങ്ങ് പൊട്ടിക്കരയാണ്. അപ്പോൾ ഇനി ഞാൻ എന്ത് പറയും നിധിയോട്? നിധി ഗർഭിണിയല്ല എന്നുള്ള കാര്യമൊക്കെ എങ്ങനെയാണ് ഗൗതം നിധിയോട് പറയുക എന്നുള്ള സങ്കടത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഗൗതം അങ്ങനെ പൊട്ടിക്കരയുന്നത്. കാരണം നിധി അത്രയ്ക്കധികം സന്തോഷത്തിലായിരുന്നു. ഒരു അമ്മയാകാൻ പോകുന്നു എന്നുള്ള സന്തോഷം നിധിക്ക് അത്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള സങ്കടമാവും കേട്ടോ ഗൗതമിന്. അങ്ങനെ നിധിയുടെ റൂമിലേക്ക് അങ്ങ് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെ പാറുവും നിധിയും ഗൗതമും കൂടി അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ നിധിയോട് പറയുകയാണ്, നീ ഗർഭിണിയല്ല എന്നുള്ള കാര്യം പറഞ്ഞതോടുകൂടി നിധി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് കാർഡിൽ കണ്ടതാണല്ലോ, അത് ടെസ്റ്റ് ചെയ്യുന്ന കാർഡ് ചില സമയങ്ങളിൽ തെറ്റായിട്ടാണ് അത്ര കാണിക്കാറ്. നീ ഗർഭിണിയല്ല, പിന്നെ നിനക്ക് ഒരിക്കലും ഇനി ഒരു അമ്മയാവാൻ കഴിയില്ല എന്ന് കൂടി പറഞ്ഞു എന്ന് പറഞ്ഞതോടുകൂടി നിധി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. ആ സങ്കടം സഹിക്കാൻ വയ്യാതെ വിട്ട് തന്നെ നിധി അങ്ങ് പൊട്ടി അലറിങ്ങോണ്ട് അങ്ങ് കരയാണ്. ആ സമയത്ത് ഗൗതം അങ്ങ് നിധിയെ അങ്ങ് ചേർത്ത് പിടിക്കാൻ കേട്ടോ. നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ, ഡോക്ടർ പറഞ്ഞു എന്ന് കരുതി ഒരിക്കലും നമ്മളെ ഈശ്വരൻ കൈവിടിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഗൗതമും പാറുവും കൂടി അങ്ങ് സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അവരാകെ നിരാശയോട് കൂടി തന്നെയാണ് കേട്ടോ പിന്നീട് വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഈ സമയത്താണെങ്കിലോ വസുന്ധരയും ശിവാനിയും കൂടി നല്ല സന്തോഷത്തോടു കൂടി അവരുദ്ദേശിച്ച കാര്യം നടന്നല്ലോ എന്നുള്ള ഉദ്ദേശത്തിൽ സന്തോഷത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവരവിടെ ഇരിക്കുന്നുണ്ടാവുക. അങ്ങനെ ശിവാനി ആണെങ്കിലോ ഇവളെക്കാളും മുന്നേ എനിക്ക് ഗർഭിണി ആവണം, എന്നിട്ട് ഈശ്വരമംഗലത്തിൻ്റെ അവകാശി എൻ്റെ കുഞ്ഞാവണം എന്നുള്ള ദുഷിച്ച മനസ്സോട് കൂടിയിട്ടാണ് കേട്ടോ ശിവാനി അവിടെ ഇരിക്കുന്നത്. ഓരോന്ന് ആലോചിച്ച് കൂട്ടുന്നുണ്ടാവുക. പക്ഷേ ശിവാനിക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് കേട്ടോ കിട്ടാൻ പോകുന്നത്.